ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയുള്ള രണ്ട് മെത്തേഡുകളിൽ ഒന്നായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന മെത്തേഡിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കൺവേർഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അങ്ങോട്ടും ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടെയുള്ള ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്യാം. ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. കൺവേർഷൻ ഓർ ഫൈനൽ അക്കൗണ്ട് മെത്തേഡ്. എന്താണ് കൺവേർഷൻ മെത്തേഡിൽ പറയുന്നത് നമുക്ക് നോക്കാം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൺവേർഷൻ അഥവാ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ള അക്കൗണ്ട്സിങ് റെക്കോർഡ്സിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദ കൺവേർഷൻ മെത്തേഡ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ ബിസിനസ് അക്കൗണ്ടിംഗ് ഫ്രം സിംഗിൾ എൻട്രി ടു ഡബിൾ എൻട്രി. ദ കൺവേർഷൻ മെത്തേഡ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ട്രൈസ് ടു കൺവേർട്ട് the records from single entry to double entry system and then prepare final account from the same. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് കൺവേർഷൻ മെത്തേഡ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് മോർ സയൻറ്റിഫിക് വേ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അതായത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് ശാസ്ത്രീയമായ രീതിയിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഒരു മെത്തേഡും കൂടിയാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, സിംഗിൾ എൻട്രിയിൽ ഇടപാടുകൾ രേഖപ്പെടുത്തിയിരുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടും ഇൻആക്യുറേറ്റ് ആയിട്ടും അശാസ്ത്രീയമായ രീതിയിലുമായിരുന്നു. അപ്പോൾ ഇതിനെ ശാസ്ത്രീയമായ രീതിയിലും സിസ്റ്റമാറ്റിക്കായ രീതിയിലും ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിലും ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടിയാണ് സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കൺവേർഷൻ മെത്തേഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺവേർഷൻ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ഓവർകം ദി ഡിഫക്ട്സ് ഓഫ് ദി സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിനുണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ടു ഹാവ് കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും പൂർണ്ണമായ രീതിയിൽ അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. അടുത്ത പോയിന്റ് ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തന റിസൾട്ട് അറിയുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. നമുക്കറിയാം, സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പ്രകാരമാണ് ഫൈനൽ അക്കൗണ്ട് എല്ലാം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപ്രകാരം ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അടുത്ത പോയിന്റ് പറയുന്നത് ടു അസർട്ടൈൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ, ടു പ്രൊവൈഡ് ഐഡിയൽ ആൻഡ് റിലയബിൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കെല്ലാം വിശ്വാസയോഗ്യമായ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്നാണ് ഇതിലൂടെ പറയുന്നത്. ടു മെയിൻറ്റെയിൻ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. സ്ഥാപനത്തിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കൃത്യത ആക്യുറസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ടു അവോയ്ഡ് ചാൻസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന സമയത്തുണ്ടാകുന്ന തെറ്റുകൾ പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കൺവേർഷൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊസീജിയർ ഓഫ് കൺവേർഷൻ. സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റും. രണ്ടാമത്താണ് പ്രിപ്പയർ എ ക്യാഷ് ബുക്ക്. എന്തിനാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്? ക്യാഷ് ബുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്താണ് പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ഇതെല്ലാം കണ്ടെത്താൻ നമ്മളെ സഹായിക്കും.
ആൻഡ് പ്രിപ്പയർ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്താൻ, അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ഇതെല്ലാം കണ്ടെത്താൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മളെ സഹായിക്കും. അടുത്താണ് പ്രിപ്പയർ ബിൽസ് റെസീവബിൾ അക്കൗണ്ട്. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ബിൽസ് റെസീവബിൾ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിപ്പയർ ബിൽസ് പേയബിൾ അക്കൗണ്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ബിൽസ് പേയബിൾ ഇഷ്യൂഡ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബിൽസ് പേയബിൾ, ക്ലോസിംഗ് ബിൽസ് പേയബിൾ എല്ലാം കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഇതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമിനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ എക്സ്പെൻസ്, ലോസ്, ഇൻകം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ക്യാഷ് ബുക്ക് പരിശോധിക്കാവുന്നതാണ്. അടുത്താണ് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുക. ദെൻ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സാധാരണ പോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അഥവാ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഡെപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പ്രധാനമായിട്ടും നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ട്സ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്താൻ വേണ്ടിയാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്താൻ വേണ്ടിയാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ആരാണ് ഡെപ്റ്റർ? നമ്മളെപ്പോഴും അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗം നിന്ന് ചിന്തിക്കുക, നമ്മൾ ബിസിനസ്സായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങോട്ട് ബിസിനസ്സിന് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള പാർട്ടി, അത്ര ആലോചിച്ചാൽ മതി. ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ളത് കൊണ്ട് തന്നെ ബിസിനസ്സിന് അത് അസറ്റാണ്, അഥവാ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റാണ്. ഇനി പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഒരു അസറ്റ് ആയതുകൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അഥവാ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. അതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡെബിറ്റ് സൈഡ് ബാലൻസ് ബ്രോഡ് ഡൗൺ ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഐറ്റംസ് ഡെബിറ്റിൽ വന്നത്, ചില ഐറ്റംസ് ക്രെഡിറ്റിൽ വന്നിട്ടുള്ള എങ്ങനെ മനസ്സിലാക്കാം. ഇതൊരു അസറ്റ് അക്കൗണ്ടാന്ന് പറഞ്ഞല്ലോ, അഥവാ ഡെപ്റ്റേഴ്സ് ഒരു അസറ്റാന്ന് പറഞ്ഞല്ലോ. സോ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, ഡെപ്റ്റേഴ്സ് കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്, ഡെപ്റ്റേഴ്സ് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ചില പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നോക്കൂ, ബൈ ക്യാഷ്, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അഥവാ ഡെപ്റ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള പാർട്ടിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ തരാനുള്ള പാർട്ടി ക്യാഷായിട്ടോ അല്ലെങ്കിൽ ചെക്ക് മുഖാന്തരം നമുക്ക് തരുകയാണെങ്കിൽ അത്രയും ഡെപ്റ്റേഴ്സ് കുറയും. സോ ഡെപ്റ്റേഴ്സ് കുറയാൻ കാരണമായിട്ടുള്ളത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പഠിച്ചു അല്ലേ. അതാണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് കാണിക്കുന്നത്. തരാനുള്ള ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് മുഖാന്തരം നമുക്ക് ക്യാഷ് തരുകയാണെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അടുത്താണ് ബിൽസ് റെസീവബിൾ. ചില സമയത്ത് ക്യാഷിന് പകരം ബില്ലായിരിക്കും നമുക്ക് തരുന്നത്. ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, ചെക്കിനെ പോലെ തന്നെയാണ്. അഥവാ ക്യാഷ് തരുന്നതിന് പകരം നമുക്ക് ബില്ല് തരികയാണ്. ഭാവിയിൽ ക്യാഷ് തരും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബില്ല്, ഒരു പ്രമാണം എഴുതി തരാണ്. ആ ഒരു ബില്ല് കിട്ടിയാൽ സാധാരണ ബിസിനസ്സിൽ ക്യാഷ് കിട്ടിയതായിട്ടാണ് പരിഗണിക്കുക. കാരണം ആ ബില്ല് പറഞ്ഞ ഡേറ്റ് പ്രകാരം ഭാവിയിൽ പിന്നീട് ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി വരിക ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ എന്നായിരിക്കും. അങ്ങനെയാണ് ഡെപ്റ്ററുടെ ഈ ക്രെഡിറ്റ് സൈഡിൽ ബിൽസ് റെസീവബിൾ വരുന്നത്. ഈ ബിൽസ് റെസീവബിൾ കിട്ടിയാൽ ക്യാഷ് കിട്ടിയതായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ഡെപ്റ്റേഴ്സ് കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. അടുത്തതാണ് ഡിസ്കൗണ്ട്. അഥവാ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആ ഒരു പാർട്ടി അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നു എന്ന് പറയുന്നു. അങ്ങനെ ഡിസ്കൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെപ്റ്റേഴ്സിൽ നിന്ന് തരാനുള്ള തുകയിൽ നിന്ന് ഡിസ്കൗണ്ടിൻ്റെ തുക കുറച്ചിട്ടേ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അത്രയും ഡെപ്റ്റേഴ്സ് കുറയാൻ അത് കാരണമാകും. അതുകൊണ്ടത് ക്രെഡിറ്റ് സൈഡിൽ ഇരുന്നു.
അടുത്തതാണ് റിട്ടേൺ ഇൻവാർഡ്സ് അഥവാ സെയിൽസ് റിട്ടേൺ. അഥവാ നമ്മൾ വിറ്റ സാധനം തിരിച്ച് നമുക്ക് തന്നെ കിട്ടുന്നതാണ് സെയിൽസ് റിട്ടേൺ. അങ്ങനെ വിറ്റ സാധനം തിരിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം ആ റിട്ടേൺ ചെയ്ത പ്രകാരമുള്ള ഗുഡ്സിൻ്റെ വാല്യൂ ഇനി നമുക്ക് ലഭിക്കുകയില്ല, അത്രയും തുക നമുക്ക് ലഭിക്കുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10,000 രൂപേൻ്റെ സാധനം നമ്മൾ വിറ്റു കടത്തിന്, അതായത് 10,000 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. പക്ഷെ അതിൽ 2,000 രൂപ വരുന്ന ഗുഡ്സ് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്താൽ ഇനി നമുക്ക് 10,000 കിട്ടുകയില്ല, കാരണം 8,000 കിട്ടുള്ളൂ. സോ റിട്ടേൺ ഇൻവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെപ്റ്റേഴ്സ് കുറയാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അടുത്താണ് അലവൻസസ്. ഡിസ്കൗണ്ട് പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അലവൻസ് നമ്മൾ അവർക്ക് അനുവദിക്കുകയാണെങ്കിൽ അതും ഡെപ്റ്റേഴ്സ് കുറയാൻ കാരണമാകും. സോ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പണം തരാനുള്ളതിൽ നിന്ന് ചില തുകകൾ കിട്ടുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ബാഡ് ഡെപ്റ്റ്. സോ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് അഥവാ ഡെപ്റ്റേഴ്സിൽ നിന്നാണ് ഈ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഡെപ്റ്റേഴ്സ് കുറയാൻ അത് കാരണമാകും. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലായിരുന്നു. ഇനി ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നോക്കൂ, ബിൽസ് റെസീവബിൾ ഡിസ്ഹോണേഡ് അഥവാ ബില്ലിൽ പ്രകാരം പറഞ്ഞ സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആ ബിൽസ് റെസീവബിൾ ഡിസോണർ ആകും. അതുകൊണ്ട് തന്നെ അത്രയും ഡെപ്റ്റേഴ്സ് ഇനി നമുക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് ബിൽസ് റെസീവബിൾ ഡിസോണേഡ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. മറ്റൊന്ന് ഫ്രൈറ്റ് ചാർജ്ഡ്, ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൈറ്റ് എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിലാണ് വരിക. മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട്. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡെബിറ്റ് സൈഡിൽ ഉള്ള ഐറ്റംസ്. ദെൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറൻസ് കിട്ടും. അഥവാ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലൊരു വ്യത്യാസം. ആ ഒരു ഡിഫറൻസ് ആയിരിക്കും ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് കിട്ടുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാകുന്ന ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്നിവ കണ്ടെത്താനും ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് ഇനി പോവാം. ചോദ്യം നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ അസർട്ടൈൻ ടോട്ടൽ സെയിൽസ്. നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ടോട്ടൽ സെയിൽസ് കാണാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കാം. ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആസ് ഓൺ 1/1/2019 24,000. അഥവാ 2019 തുടക്കത്തിലുള്ള ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ്, അതായത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് 24,000. സെയിൽസ് റിട്ടേൺ 10,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് 90,000. ഡിസ്കൗണ്ട് അലൗഡ് ടു ദം, നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത് 6,000. ദെൻ ബിൽസ് റിസീവ്ഡ് 34,000. ബാഡ് ഡെപ്റ്റ് 3,000. ബിൽസ് റിസീവ്ഡ് ഡിസ്ഹോണേഡ്, ബില്ല് ഡിസോണർ ആയത് 7,000. ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആസ് ഓൺ 31/12/2019 2019 അവസാനത്തിൽ അഥവാ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് 20,000. ദെൻ ക്യാഷ് സെയിൽസ് 50,000. നമ്മൾ ടോട്ടൽ സെയിൽസ് ആണ് കാണാൻ പറ്റുള്ളത്. അതിൽ ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. സോ ക്രെഡിറ്റ് സെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് യഥാർത്ഥത്തിലൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. താഴെ അതിൻ്റെ ആൻസർ നോക്കൂ. എങ്ങനെ ഇവിടെ ചെയ്യുക? നമ്മൾ പറഞ്ഞു ആദ്യം ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഡെപ്റ്റർ ഒരു അസറ്റാണ്, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ. സോ ബാലൻസ് ബ്രോഡ് ഡൗൺ 24,000 എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ദെൻ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ 20,000 അഥവാ 2019 അവസാനത്തിലുള്ള ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് 20,000 ക്രെഡിറ്റ് സൈഡിൽ അവസാനം എഴുതണം. ഇതിന് അടുത്ത ഐറ്റംസ് ഒന്നാമത് നോക്കൂ. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ തുക കുറയാൻ കാരണമായുള്ള ഐറ്റം അല്ലേ? ഡെപ്റ്റേഴ്സ് കുറയാൻ കാരണമായുള്ള ഐറ്റം എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്? ക്രെഡിറ്റിൽ. സോ സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് സൈഡിൽ 10,000 എഴുതി. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ടു ദം, നമുക്ക് ഇങ്ങോട്ട് പണം തരാനുള്ള ഡെപ്റ്റേഴ്സ് നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുത്തു. എത്ര? 6,000. സോ അത്രയും തുക നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയും. അതുകൊണ്ട് ഡിസ്കൗണ്ടും ക്രെഡിറ്റ് സൈഡിൽ എഴുതണം 6,000. അടുത്ത് ബിൽസ് റിസീവ്ഡ് 34,000. നമുക്ക് തരാനുണ്ടായിരുന്ന ഡെപ്റ്റേഴ്സ് 34,000 രൂപ എങ്ങനെ തന്നു? ബിൽസ് റിസീവബിൾ ബില്ലായിട്ട് നമുക്ക് തന്നു. സോ അത്രയും തുക ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയും. സോ ബിൽസ് റിസീവബിൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇതിനടുത്ത് നോക്കൂ. ബിൽസ് റിസീവ്ഡ് ഡിസ്ഹോണേഡ്, നമുക്ക് തന്ന ബില്ലിൽ അഥവാ 7,000 രൂപ മൂല്യമുള്ള ബില്ല് ഡിസോണറായി. അത്രയും തുക ആ ഒരു പറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടാതെ വന്നു. അതിൻ്റെ അർത്ഥം അത്രയും തുക കിട്ടിയിട്ടില്ല. സോ 7,000 രൂപയുടെ ബില്ല് പ്രകാരമുള്ള ക്യാഷ് ഇനിയും കിട്ടാനുണ്ട്. അത്രയും ഡെപ്റ്റേഴ്സ് ഇനിയും
കിട്ടാനുണ്ട്. അതുകൊണ്ട് ഡിസോണർ ആയത് നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും 7000. അടുത്ത് നോക്കൂ, ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് നമ്മൾ എടുത്തു. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ഐറ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ 1,63,000 നമുക്ക് ലഭിക്കും. അത് നേരെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അവിടെയുള്ള 24,000 7,000 ആഡ് ചെയ്തിട്ട് ഈ ടോട്ടലിൽ നിന്ന് കുറച്ചാൽ നമുക്ക് 1,32,000 നമുക്ക് കിട്ടും. ഈ 1,32,000 ആണ് എന്ത്? ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടിയത്? ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതാണെന്ത്? ക്രെഡിറ്റ് സെയിൽസ്. സോ ക്രെഡിറ്റ് സെയിൽസ് കിട്ടി. അത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യുന്നതിലൂടെ കണ്ടെത്തി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ സെയിൽസ് കാണാനാണ്. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000 പ്ലസ് ഇപ്പോൾ കണ്ടെത്തിയ ക്രെഡിറ്റ് സെയിൽസ് 1,32,000. രണ്ടും ചെയ്തു വരുമ്പോൾ 1,82,000 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും അതുവഴി ടോട്ടൽ സെയിൽസും കണ്ടെത്തേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ്. എന്തിനാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? എപ്പോഴാണ് ക്രെഡിറ്റേഴ്സ് നമുക്ക് ഉണ്ടാവുക? നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോഴാണ്, പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുക. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാകുന്നത് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. ലയബിലിറ്റിൻ്റെ നിയമം നമുക്കറിയാം. ലയബിലിറ്റി കൂടിയാൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അഥവാ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരിക. ഈ ഒരു ഫോർമാറ്റ് നോക്കി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സുമായിട്ട് മനസ്സിലാക്കാം. ക്രെഡിറ്റേഴ്സ് കൂടാൻ കാരണമാകുന്ന കാര്യങ്ങൾ, അഥവാ ക്രെഡിറ്റേഴ്സിൻ്റെ തുക കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കുക. ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ തുക അഥവാ ക്രെഡിറ്റേഴ്സ് കുറയാൻ കാരണമാകുന്ന ഐറ്റംസൊക്കെ ഡെബിറ്റ് സൈഡിലും എഴുതുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നോക്കൂ, ബിൽസ് പേയബിൾ ബ്രാക്കറ്റിൽ ഡിസ്ഹോണേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അഥവാ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾക്ക് ബിൽസ് പേയബിൾ, ബില്ല് പ്രകാരം നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ബിൽസ് പേയബിൾ എന്ന് വിളിക്കും. സോ ബിൽസ് പേയബിൾ. പക്ഷേ ആ ബിൽസ് പേയബിൾ പ്രകാരം പറഞ്ഞ സമയത്ത് നമുക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ബില്ല് ഡിസോണർ ആകും. അതിനർത്ഥം ആ ബില്ല് പ്രകാരം കൊടുക്കാനുള്ള തുക നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല, അത്രയും ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത്രയും ക്രെഡിറ്റേഴ്സ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ക്രെഡിറ്റേഴ്സ് കൂടാൻ കാരണമായ കാര്യമായതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണിത് എഴുതുന്നത്. ഈ ഡെബിറ്റ് സൈഡിൽ വന്നാൽ നോക്കൂ, ഒന്ന് ബിൽസ് പേയബിൾ. ക്രെഡിറ്റേഴ്സ് പ്രകാരം നമ്മൾ കൊടുക്കാനുള്ള തുക കൊടുത്തു. എങ്ങനെ? ബില്ലായിട്ട് കൊടുത്തു. സോ അത്രയും തുക നമുക്കവിടെ കുറയും. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. മറ്റൊന്ന് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൊടുക്കാനുള്ള ക്യാഷിൽ നിന്ന് കുറച്ച് തുക നമുക്ക് ഡിസ്കൗണ്ടായിട്ട് തന്നു. അതായത് കൊടുക്കേണ്ട അത്ര തുക കൊടുക്കേണ്ടതില്ല, ഡിസ്കൗണ്ട് തന്നു കഴിഞ്ഞാൽ അത്രയും തുക നമുക്ക് കുറക്കാം. ആ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള തുക കൊടുത്താൽ മതി. അത് നമ്മൾ ക്രെഡിറ്റേഴ്സ് കുറയാൻ കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അലവൻസ് ആൻഡ് റീബേറ്റ്സ്. മറ്റെന്തെങ്കിലും അലവൻസ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ തുക കുറക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി പ്രധാനമായിട്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നൊരു ഐറ്റമാണ് റിട്ടേൺ ഔട്ട്വാർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ. നമ്മൾ വാങ്ങിയ സാധനം ആ വാങ്ങിയ പാർട്ടിക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അത്രയും റിട്ടേൺ ചെയ്ത ഗുഡ്സിൻ്റെ അത്രയും തുക നമ്മൾ കൊടുക്കേണ്ടതില്ല. അഥവാ അത്രയും തുക നമ്മുടെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് കുറയും. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഔട്ട്വാർഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ തന്നാൽ അത് ക്രെഡിറ്റേഴ്സിൻ്റെ തുക കുറക്കാൻ കാരണമാകുന്നത് കൊണ്ട് തന്നെ അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത്. രണ്ട് ഭാഗം നോക്കുക, ഏത് സൈഡിലാണോ കൂടുതൽ നോക്കുക. കൂടുതലുള്ള ഭാഗം രണ്ട് സൈഡിലും എഴുതിയിട്ട് കുറവുള്ള ഭാഗത്തിൻ്റെ ഡിഫറൻസ് നോക്കുക. അങ്ങനെ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ്. ബാലൻസിങ് ഫിഗറായിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ്. അതുപോലെ തന്നെ
ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് എത്ര ക്യാഷ് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം വന്നാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദി ഫോളോയിങ് അസർട്ടൈൻ ടോട്ടൽ പർച്ചേസ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ടോട്ടൽ പർച്ചേസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 1/1/2019 14,000 അഥവാ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആണ് 14,000. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അഥവാ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതിൽ ക്യാഷ് കൊടുത്തത് 10,000. ബി പി ഗിവൺ അഥവാ ബിൽസ് പേയബിൾ ഗിവൺ ഓർ ബിൽസ് ആക്സെപ്റ്റഡ് 10,000. ഡിസ്കൗണ്ട് അലോഡ് ബൈ ദം അഥവാ നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് തന്നു 500. റിട്ടേൺ ഔട്ട്വാർഡ് 3,000 അഥവാ പർച്ചേസ് റിട്ടേൺ 3,000. ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 31/12/2019 25,000 അഥവാ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് 25,000. ദെൻ ക്യാഷ് പർച്ചേസ് 10,000. നമ്മൾ കാണാൻ പറ്റുള്ളത് ടോട്ടൽ പർച്ചേസാണ് കാണാൻ പറ്റുള്ളത്. അതിൽ ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തണം. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്താൻ വേണ്ടി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കണം. നമ്മൾ പറഞ്ഞു ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതാം. ബാലൻസ് ബ്രൗട്ട് ഡൗൺ 14,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ദെൻ ക്ലോസിംഗ് ബാലൻസ് അഥവാ ബാലൻസ് ക്യാരി ഡൗൺ 25,000 നമ്മൾ ഡെബിറ്റ് സൈഡിലും എഴുതി. അടുത്ത് നോക്കൂ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അഥവാ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതിൽ 10,000 റുപ്പീസ് കൊടുത്തു. 10,000 രൂപ ക്യാഷ് കൊടുത്തു. അതിനകത്ത് അത്രയും ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു. ക്രെഡിറ്റേഴ്സ് കുറയാൻ കാരണമാകുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. അടുത്ത് നോക്കൂ ബി പി ഗിവൺ അഥവാ ബിൽസ് പേയബിൾ ഗിവൺ ഓർ ബിൽ ആക്സെപ്റ്റഡ് 10,000. നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് ക്യാഷിന് പകരം വേണ്ടി ബില്ല് കൊടുത്തു. സോ ബില്ല് കൊടുത്താൽ നമുക്കറിയാം ക്യാഷ് കൊടുത്തതായിട്ടാണ് പരിഗണിക്കുക. സോ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് 10,000 ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അടുത്ത് നോക്കൂ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം. നമുക്ക് ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടി അവർ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. അതുകൊണ്ട് തന്നെ അത്രയും ഡിസ്കൗണ്ടിൻ്റെ തുക കുറച്ചിട്ടുള്ള ബാക്കി തുക കൊടുത്താൽ മതി. ഡിസ്കൗണ്ട് തന്നാൽ നമ്മളെ ക്രെഡിറ്റേഴ്സ് കുറയും. അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് 500. അടുത്ത് നോക്കൂ റിട്ടേൺ ഔട്ട്വാർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ. നമ്മൾ വാങ്ങിയത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. സോ റിട്ടേൺ ചെയ്ത അത്രയും തുക നമ്മൾ ക്രെഡിറ്റേഴ്സിൽ നിന്ന് കുറയും. അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് 3,000 എഴുതും. ഇത് ലാസ്റ്റ് ഉള്ളത് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സാണ്. അത് നമ്മൾ ആൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത്രയും എഴുതി കഴിഞ്ഞ ശേഷം അത് ബാലൻസ് ചെയ്യുക. എങ്ങനെ ബാലൻസ് ചെയ്യുക? ഏത് സൈഡാണോ കൂടുതൽ നോക്കുക. ഡെബിറ്റ് സൈഡ് 48,500 ഉണ്ട്. അത് കുറവുള്ള ഭാഗത്ത് കൊണ്ടുപോയി എന്നിട്ട് ആ ഒരു ഡിഫറൻസ് നോക്കി നമുക്ക് കിട്ടുന്നത് 34,500 34,500 ഡിഫറൻസ് കിട്ടുന്നത്. ഈ ഡിഫറൻസ് ആണ് എന്ത്? ക്രെഡിറ്റ് പർച്ചേസ്. നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്ന തുകയാണ് ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്നതാണ് ക്രെഡിറ്റ് പർച്ചേസ് 34,500. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ പർച്ചേസ് കാണാനാണ്. ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് 10,000 ഉണ്ട്. അതിനോട് കൂടി ഇപ്പോൾ കണ്ടെത്തിയ ക്രെഡിറ്റ് പർച്ചേസ് 34,500 ആഡ് ചെയ്താൽ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് 44,500 ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ കുറിച്ചും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് കൺവേർഷൻ മെത്തേഡ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കൺവേർഷൻ മെത്തേഡ് പ്രകാരം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ബിൽസ് റെസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.